ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സോണമിക് കീസും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. പോകാം ക്ലാസ്സിലേക്ക്. ടാക്സോണമിക് കീസ് എന്താണ്? ടാക്സോണമിക് കീസ് ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബയോളജികൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ടാക്സോണമിക് കീസ്. ദാറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ബൈ ബയോളജിസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് അൺനോൺ ഓർഗാനിസം. നമുക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്ന അനിമൽസിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ടാക്സോണമിക് കീസ്. Keys are constructed so that the user is presented with a series of choices about the characteristics of unknown organisms. ഇവിടെ ഓരോ ജീവജാലങ്ങളെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് എഴുതി തയ്യാറാക്കി ആ ക്യാരക്ടേഴ്സിന് ഒരു ചോയ്സ് കൊടുത്ത് ആ ചോയ്സിലൂടെ ചില ചോയ്സ് അക്സെപ്റ്റ് ചെയ്യും, ചിലത് റിജക്ട് ചെയ്യും ചെയ്തുകൊണ്ട് അവസാനം ആ ജീവജാലത്തിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ടാക്സോണമിക് കീയിലുള്ളത്. ബൈ മേക്കിംഗ് ദ കറക്റ്റ് ചോയ്സ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് കീ, the user is ultimately lead to the identifier specimen. ഒരു ബയോളജിസ്റ്റ് തയ്യാറാക്കുന്ന ആ ഒരു ചോയ്സിലൂടെ ക്യാരക്ടേഴ്സിന്റെ ഫീച്ചേഴ്സിലൂടെ ചോയ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കറക്റ്റ് ആ ജീവജാലം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മനസ്സിലാക്കാനും അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാനും ജീവിയെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. Keys defined as a device consists of a series of contrasting or contradictory statements or propositions requiring the identifier to make comparisons and decision based on the statement the key as related to the material to be identified. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഇൻവെന്റർ അല്ലെങ്കിൽ ബയോളജിസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷണം നടത്താൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് ക്യാരക്ടേഴ്സും ആദ്യം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തയ്യാറാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും ചില ചോയ്സുകൾ മേക്ക് ചെയ്തുകൊണ്ട് അതിലൂടെ കടന്നു പോയിട്ടാണ് ആ അൺനോൺ ഓർഗാൻസിനെ തിരിച്ചറിയുന്നത്. These were first published by Jean-Baptiste Lamarck in 1778. Helps in quick identification of unknown organism. നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഓർഗാൻസ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Always a choice between two contradictory statements provided. One can be accepted and other is rejected. നേരത്തെ പറഞ്ഞ രണ്ട് ചോയ്സ് ഉണ്ടാക്കും, അതിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും ഒന്ന് റിജക്ട് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ ഒരു പെയർ ഓഫ് ക്യാരക്ടേഴ്സിലൂടെയാണ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു ഒന്ന് റിജക്ട് ചെയ്യുന്നില്ല. ആ ഒരു പെയർ ഓഫ് ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കപ്ലെറ്റ് അല്ലെങ്കിൽ കൂപ്ലെറ്റ് എന്ന് പറയാം. അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റുകളെയും വിളിക്കുന്ന പേര് ലീഡ് എന്നാണ്. ലീഡ്. അപ്പോൾ ഓർക്കുക, ഒരു ജോഡി ആ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് കപ്ലെറ്റുകൾ എന്നും അതിലെ സ്റ്റേറ്റ്മെന്റുകളെ ലീഡ് എന്നും പറയാം. ബൈ മേക്കിംഗ് ദ കറക്റ്റ് ചോയ്സ് അറ്റ് ഈച്ച് ലെവൽ വൺ ക്യാൻ അറൈവ് ദ നെയിം ഓഫ് ദ കറക്റ്റ് ഓർഗാനിസം. ഇങ്ങനെ നമ്മൾ ആ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിലൂടെ പോകുമ്പോഴാണ് ആ ജീവിയെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അതായത് നെയിം എത്തിച്ചേരാൻ കഴിയുന്നത്. ടൈപ്സ് ഓഫ് ടാക്സോണമിക് ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ കീസ്. നമ്മൾ കീസിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, മോളിക്കുലർ ക്യാരക്ടേഴ്സ്, എത്തോളജിക്കൽ ക്യാരക്ടേഴ്സ്, എക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ ക്യാരക്ടേഴ്സ്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കീ ഡയറാക്കുന്നത്. ടൈപ്സ് ഓഫ് ടാക്സോണമിക് കീസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ അസസ് കീയും മൾട്ടി അസസ് കീയും. സിംഗിൾ അസസ് കീ ആയിട്ട് വരുന്നത് ഡൈക്കോട്ടമസ് കീസ്, ഇന്റൻഡൻസ് കീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കീസ്. ഇത് എനിക്ക് കിട്ടിയ റെഫറൻസിൽ നിന്ന് കുറച്ച് അധികമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയും പഠിക്കണമെന്ന് സിലബസിൽ പറഞ്ഞിട്ടില്ല. കാരണം ടാക്സോണമിക് കീസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണ എല്ലാ കീയിലും പറയുന്ന ഡൈക്കോട്ടമസ് കീയും ബ്രാക്കറ്റഡ് കീയും ഇന്റൻഡന്റ് കീയും ആണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് കീ എന്ന് അങ്ങനെ പറയാറില്ല. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കും. സിംഗിൾ അസസ് കീ പേര് തന്നെ ഉണ്ട്. ഒരു സിംഗിൾ ക്യാരക്ടേഴ്സിലൂടെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കീ ആണ് സിംഗിൾ അസസ് കീ എന്ന് പറയുന്നത്. ആൾസോ നോൺ ആസ് സീക്വൻഷ്യൽ കീ, അനലിറ്റിക്കൽ കീ ഓർ പാത്വേ കീ. മറ്റു പേരിൽ അറിയപ്പെടുന്നുണ്ട്. സീക്വൻഷ്യൽ കീ എന്നും അനലിറ്റിക് കീ എന്നും പാത്വേ കീ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആൾമോസ്റ്റ് ഓൾ സിംഗിൾ അസസ് കീസ് ആർ ഡൈക്കോട്ടമസ് ഡിവൈഡിംഗ് ഇൻടു പേഴ്സ്. അതായത് എല്ലാ സിംഗിൾ അസസ് കീയിലും പേറുകളായിട്ടായിരിക്കും ക്യാരക്ടേഴ്സ്. അതിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു ഒന്ന് റിജക്ട് ചെയ്യുന്നു. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കേസ് നമുക്കൊന്ന് നോക്കാം. സിംഗിൾ അസസ് കീയിലേക്ക് വരുന്ന കീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സിമ്പിൾ ഡൈക്കോട്ടമസ് കേസ്. Here the couplets are composed of alternatives for ready comparison. പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൂപ്പുലെറ്റ്സിന് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സാമ്പിൾ നോക്കുക. അബ്ഡമൻ ഷോർട്ടർ ദാൻ തൊറാക്സ്, അബ്ഡമൻ ലോങ്ങർ ദാൻ തൊറാക്സ്. ഈ സ്റ്റേറ്റ്മെന്റ് ലീഡ്സിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഷോർട്ടർ ദാൻ തൊറാക്സ് ഉണ്ട്, ലോങ്ങർ ദാൻ തൊറാക്സ് ഉണ്ട്. ഷോർട്ടർ ദാൻ തൊറാക്സ് ആണെങ്കിൽ ഗോ ടു സെക്കൻഡ് ഓപ്ഷൻ, ലോങ്ങർ ദാൻ തൊറാക്സ് ആണെങ്കിൽ തേർഡിലേക്ക് പോകുന്നു. ദെൻ ആ സെക്കൻഡിൽ നിന്ന് നോക്കാം. ഹെഡ് വിത്ത് 2 horns പ്രൊജക്ട് 2 ways. അതിൽ തന്നെ ഹെഡില് 2 horns പ്രൊജക്റ്റിംഗ് 2 forwards ആയിട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
സ്പീഷീസ് A1. അത് അങ്ങനെയല്ല, വിത്തൗട്ട് എനി ഹോൺ പ്രൊജക്ഷൻ ഫോർവേഡ്സ് ആണെങ്കിൽ സ്പീഷീസ് A3 ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൂപ്പുലേറ്റ്സിനെ അറിഞ്ഞിരിക്കുന്ന മെത്തേഡാണ് സിമ്പിൾ ഡയക്കോട്ടമി സ്കീലുള്ളത്. മൊത്തം ഞാൻ വായിക്കുന്നില്ല, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ കൊടുത്തതാണ്. ഗിവ്സ് എ സിംഗിൾ ഇൻകൺവീനിയൻസ് ഇൻ ട്രേസിംഗ് ബാക്ക്വേർഡ്. ഇവിടെ ബാക്ക്വേർഡിലെ പിന്നിലേക്ക് നമുക്ക് ക്യാരക്ടേഴ്സും ട്രേസും ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ കീ ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് സിമ്പിൾ ബ്രാക്കറ്റ് കീ, അതർവൈസ് കോൾഡ് ആസ് പാരലൽ കീ ഓർ ബ്രാക്കറ്റഡ് കീ. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കീ ആണ്. സ്പേസ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീ ആണ്. അതായത് നമുക്ക് കുറച്ച് സ്പേസ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരുപാട് ഡിസ്റ്റൻസിലോട്ട് പോകാതെ സ്പേസ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ആണ്. ഇവിടെയും പേഴ്സ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ കൂപ്പുലേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ബൈ ആ കൂപ്പുലേറ്റ്സിനെ സൈഡ് ബൈ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നേരത്തെ കാണിച്ചിരിക്കുന്ന അതേ എക്സാമ്പിൾ ആണ്. നേരത്തെ നിന്ന് എന്താണ് വ്യത്യാസം നോക്കാം. അബ്ഡമൻ ഷോർട്ടർ ദാൻ തൊറാക്സ്, അബ്ഡമൻ ലോങ്ങർ ദാൻ തൊറാക്സ്. അവിടുത്തെ നേരത്തെ പഠിച്ച സിമ്പിൾ ഡൈക്കോമറ്റസ് കീ എന്നുള്ള ചെറിയൊരു വ്യത്യാസം, പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്പർ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് ഓരോ കൂപ്പുലേറ്റിനും 2 ചോയ്സും എന്ന് പറഞ്ഞു. ആ ചോയ്സുകൾ ഡയറക്റ്റ് ആയിട്ട് അടുത്ത പേരിലും അതേ ചോയ്സിന് നമ്പർ മെൻഷൻ ചെയ്യുന്ന രീതിയാണ് സിമ്പിൾ ബ്രാക്കറ്റ് കീ. അതായത് അവിടെ ക്ലോസ് ചെയ്താണ് പോകുന്നത്. ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ക്വിക്ക് ഐഡന്റിഫിക്കേഷൻ. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു കീ ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും ജീവജാലങ്ങളെ. ഐഡിയൽ ഫോർ ഡിജിറ്റൽ ഫോർമാറ്റ്സ് ആൻഡ് സ്മാൾ ഡിസ്പ്ലേ. നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റ്സിലും ചെറിയ ഡിസ്പ്ലേയിൽ ഇത് സജ്ജീകരിക്കാൻ പറ്റും. ഇതിന് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഫൺ ഹാർഡർ ടു വിഷ്വലി അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ കമ്പയർഡ് ടു ആൻ ഐഡന്റിറ്റി. സിമ്പിൾ നോൺ ബ്രാക്കറ്റ് കീ, അതർവൈസ് കാൾഡ് ഡൈക്കോട്ടമസ് ഇന്റൻഡന്റ് കീ എന്ന് പറയും. Uses constituent numbers like 1, 1-, 2, 2- to identify organisms where the pairs of contrasting characters are intended at varying distance from the margin. ഇവിടെ നേരത്തെ പറഞ്ഞ കൂപ്പുലേറ്റുകളെ മാർജിൻ നിന്നും ഒരേ കണക്ക്, ഒരേ സ്റ്റേറ്റ്മെന്റുകൾ, ഒരേ ജോഡികളെ ഒരുമിച്ച് എഴുതിക്കുന്നു. അത് ഓരോ മാർജിൻ നിന്നും ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യും. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. നേരത്തെ എഴുതുമ്പോൾ ഇന്റൻഡന്റ് കീയിലൊക്കെ ആണെങ്കിൽ സ്പേസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. 2 ഓപ്ഷൻ തമ്മിൽ 2 പേജിലൊക്കെയായിരിക്കും കിടക്കുന്നത്. അപ്പൊ ആ സ്പേസ് കുറയ്ക്കുന്ന രീതിയിൽ ഓരോ കൂപ്പുലേറ്റുകളെയും അടുപ്പിച്ച് അറേഞ്ച് ചെയ്യുകയും ഓരോ ഡിസ്റ്റൻസിൽ മാർജിൻ നിന്നും ഡിസ്റ്റൻസിലൂടെ ഓരോ കൂപ്പുലേറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഒന്നാമത്തെ കൂപ്പുലേറ്റ്സ് കണ്ടോ, അതിന്റെ പൊസിഷൻ ഒരുമിച്ചാണ്. അതിൽ നിന്നും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് അടുത്ത കൂപ്പുലേറ്റുകളും അതിൽ നിന്നും അടുത്ത കൂപ്പുലേറ്റുകളെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് മാറ്റിയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൂപ്പുലേറ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബോഡി കവേർഡ് വിത്ത് ഫെതേഴ്സ് ആണെങ്കിൽ ലൈവ്സ്, അതിന്റെ റിജക്റ്റിംഗ് ഓപ്ഷൻ ഏതാണ്, നോട്ട് കവേർഡ് വിത്ത് ഫെതേഴ്സ് അല്ലെ. അപ്പൊ അത് ഒരുമിച്ച് ചെയ്തിരിക്കും. പിന്നെ അതിൽ തന്നെ ബോഡി കവേർഡ് വിത്ത് ഹെയറും നോട്ട് കവേർഡ് വിത്ത് ഹെയർ. അപ്പൊ ഓരോ ഓപ്ഷനും അടുപ്പിച്ച് എഴുതിയിരിക്കുകയും ചെയ്യുന്നു. അതിന് സെയിം നമ്പർ അതിന്റെ തന്നെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള നമ്പർ ഫോമിൽ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കീ ആണ് ഇന്റൻഡന്റ് കീ അഥവാ യോക്ഡ് കീ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഈ ഓരോ കൂപ്പുലേറ്റുകളെയും ഒരു പ്രത്യേക പൊസിഷനിൽ അറേഞ്ച് ചെയ്യും. പക്ഷെ ആ കൂപ്പുലേറ്റുകൾ അടുത്തടുത്തായിരിക്കില്ല, ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. ചിലപ്പോൾ ഒരു കൂപ്പുലേറ്റിനകത്തുള്ള ഒരു പെയർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പേജിലാണെങ്കിൽ അത് കഴിഞ്ഞ് ചിലപ്പോൾ 2 or 3 പേജ് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ പെയർ വരുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് എടുക്കുന്ന, ടൈം എടുക്കുന്ന, ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു കീ കൂടിയാണ് ഇന്റൻഡന്റ് കീ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇയർ പ്രസന്റ് ആണ്. അതിന്റെ ജോഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇയർ ആബ്സെന്റ് ആയിരിക്കും. ഇതിനിടയിൽ തന്നെ എക്സ്റ്റേണൽ ഇയർ പ്രസന്റ് തന്നെ വീണ്ടും അകത്ത് 2 കൂപ്പുലേറ്റുകൾ അറേഞ്ച് ചെയ്യുന്നു, വിങ്സ് പ്രസന്റ്, വിങ്സ് ആബ്സെന്റ്. അതുപോലെ തന്നെ എക്സ്റ്റേണലി ആബ്സെന്റ് ആണെങ്കിൽ അതിനകത്ത് ലെഗ്സ് പ്രസന്റ് വിത്തൗട്ട് ലെഗ് ഉണ്ട്. അതിനിടയിലാണ് അടുത്ത പേര് അറേഞ്ച് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ഇത് ഒരു പേജിലോ അടുത്ത പേജിലോ ഒക്കെ ആയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ്, റിലേഷൻഷിപ്പ് വേരിയസ് ഡിവിഷൻസ് ക്വൈറ്റ് അപ്പാരന്റ്. വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോ റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ ആൾട്ടർനേറ്റ്സ് ആർ വൈഡ്ലി സെപ്പറേറ്റ്. കണ്ടോ, ലെഗ്സ് പ്രസന്റും വിത്തൗട്ട് ലെഗ്സും ചിലപ്പോൾ അടുത്തടുത്തല്ല, കുറച്ച് അകലെയായിട്ട് ചിലപ്പോൾ 2 പേജിലും 3 പേജിലോട്ടൊക്കെ അകന്നിരിക്കേണ്ടി, അല്ലെങ്കിൽ അത്രയും സെപ്പറേറ്റഡ് ആയിരിക്കും കണക്ക്. സീരിയൽ കീ ഇന്റൻഡന്റ് കീ പോലെ തന്നെയാണ്. ഇവിടെയും ആൾട്ടർനേറ്റ്സിന് വൈഡ്ലി സെപ്പറേറ്റ് ആണ്. ഒരു കണ്ടിന്യൂസ് സീരിയൽ നമ്പർ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കുക, ഒരു കണ്ടിന്യൂസ് നമ്പറിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പോകുന്ന രീതിയാണ് സീരിയൽ കീ. ഇന്റൻഡന്റ് കീ പോലെ തന്നെയാണ്. ഗ്രൂപ്പ് ടൈപ്പ് കീ, അതായത് ഈ എക്സാമ്പിൾ നോക്കുക, കുറെ നമ്പറുകൾ ഉപയോഗിച്ചിരിക്കുന്നതിന് ഒരുപാട് കൺഫ്യൂസിംഗ് ഉണ്ടാക്കുന്ന ഒരു കീയാണ് ഗ്രൂപ്പ് ടൈപ്പ് കീ എന്ന് പറയുമ്പോൾ. ഇവിടെ ആദ്യത്തെ കൂപ്പുലേറ്റിന്റെ പ്രൈമറി മെമ്പർ അല്ലെ ആദ്യത്തെ മെമ്പറിനെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ
തുടർച്ചയായിട്ട് വരുന്ന മറ്റു കൂപ്പലറ്റുകളെ അറേഞ്ച് ചെയ്ത് പോകുന്നു. ഇതിന്റെ അവസാനത്തെ മെമ്പറിൽ വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 2, 3, 4 രീതിയിൽ കൊടുത്തു പോകുന്നു. അപ്പൊ നമ്പർ കൊടുത്ത് എഴുതുകൊണ്ട് ഒരുപാട് കൺഫ്യൂസിങ്, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു കീ ആണ് ഗ്രൂപ്പ്ഡ് ടൈപ്പ് കീ. കോമ്പിനേഷൻ കീ, അത് പേര് പറയുമ്പോൾ തന്നെ പല കീസിന്റെ കോമ്പിനേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യൻ കീയുടെയോ സിമ്പിൾ ഡൈക്കോണമിക്സ് കീയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ടൈപ്പ് കീയുടെ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള ടൈപ്പ് കീസ് ആണ് കോമ്പിനേഷൻ കീ എന്ന് പറയുന്നത്. ബ്രാഞ്ചിങ് കീ അതർവൈസ് കൾട്രി കീ, അത് ബ്രാഞ്ച് ഒരു മരം പോലെ ബ്രാഞ്ച് ചെയ്ത് ശാഖകളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് പോകുന്ന കീസ് ആണ് ബ്രാഞ്ചിങ് കീ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് സ്പീഷീസ് സെപ്പറേറ്റ്, നമ്മളിപ്പോ പഠിച്ചിട്ടില്ലേ ജീവജാലങ്ങളെ റെഡ് ബ്ലഡഡ്, നോൺ ബ്ലഡഡ്, വിങ്ലെസ്, വിങ്സ് ഉള്ളത്, അങ്ങനെ ഇതിനിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകത്തില്ല. അതേപോലെ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ്. കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരുന്ന എപ്പോഴും ഫീൽഡ് വർക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കണ്ട 6 ലെഗ്സ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതൊരു ഓർഗൻസും, ഇല്ലെങ്കിൽ അങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന മെത്തേഡ്. പോളിറ്റോമസ് കീ എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് അറിയാം, മിക്കവാറും നമ്മൾ ക്ലാസിഫിക്കേഷനിലൊക്കെ പഠിച്ചിട്ടുള്ള ചാർട്ടുകളിൽ ഫ്ലോ ചാർട്ടിൽ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നു ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഉപയോഗിച്ച് എടുക്കുന്ന കീ ആണ് പോളിറ്റോമസ് കീ. ഫോർ എക്സാമ്പിൾ നോക്കാം, ബോഡിയിൽ പോറസ് അസിമെട്രിക്കൽ അപ്പൻഡേജ് ഉള്ളത് പോറിഫെറ, റേഡിയൽ ബോഡിയാണ് ടെന്റക്കിൾസ് പ്രസന്റ് ആണെങ്കിൽ നിഡേറിയ, സെഗ്മെന്റഡ് ബോഡിയും ജോയിന്റഡ് ഫുട്ടും ആണെങ്കിൽ ആർത്രോപോഡ, സെഗ്മെന്റഡിൽ ജോയിന്റ്സ് ഇല്ലെങ്കിൽ അനലിഡ, സോഫ്റ്റ് ബോഡി ഓപ്പൺ ഷെല്ലുള്ളതാണെങ്കിൽ മൊളസ്ക. ഇങ്ങനെ പല പല ബ്രാഞ്ചിലായിട്ടാണ് കീസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് പോളിറ്റോമസ് കീ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, സാധാരണ ഡൈക്കോട്ടോമസ് കീ കാണാൻ നമുക്ക് 2 ഓപ്ഷൻ, ഒരുപാട് 2ൽ കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് സ്പെഷ്യലൈസ്ഡ് കീസ് ആണ്. അതിൽ ഒന്നാമത്താണ് സർക്കുലർ കീസ്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സർക്കുലർ ഡയഗ്രത്തിൽ ഇപ്പൊ കോൺസെൻട്രേറ്റ് റിംഗ് മാറി സർക്കിൾസിനകത്ത് കീസ് പ്രിപ്പയർ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് സർക്കുലർ കീ എന്ന് പറയുന്നത്. ബോക്സ് ടൈപ്പ് കീ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിലെ ആദ്യത്തെ ബോക്സ് ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ അത് ഉൾപ്പെടുത്താൻ മറന്നുപോയി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് അറിയാം, 5 കിങ്ഡത്തിന്റെ അതിനകത്ത് ബോക്സിനകത്ത് പല രീതിയിൽ ന്യൂക്ലിയർ മെംബ്രൈന്റെ ബേസിൽ ഉണ്ടോ ഇല്ലയോ, സെല്ലുലാർ ടൈപ്പ്, അങ്ങനെയുള്ള രീതിയിൽ അതിനകത്ത് കിങ്ഡം, മൊണീറ, പ്രോട്ടിസ്റ്റ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെയുള്ള രീതിയിൽ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള കീസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബോക്സ് ടൈപ്പ് കീ എന്ന് പറയുന്നത്. പിക്ടോറിയൽ കീ അഥവാ ഗ്രാഫിക് കീ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പിക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, പർട്ടിക്കുലർലി ഇൻസെക്റ്റുകളും ലാർവകളുടെയൊക്കെ പിക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് കീസ് തയ്യാറാക്കുന്ന മെത്തേഡാണ് പിക്ടോറിയൽ കീ. നേരത്തെ പറഞ്ഞതെല്ലാം സിംഗിൾ അസസ് കീ ആണെങ്കിൽ അടുത്ത പഠിക്കാനുള്ളത് മൾട്ടി അസസ് കീ ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിന് ഒരേ സമയം കൺസിഡർ ചെയ്യുന്ന മെത്തേഡായിരിക്കും. അതർവൈസ് കാൾഡ് പോളിക്ലേവ് കീ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാരക്ടേഴ്സ് ലൈക്ക് കളർ, ഷേപ്പ്, സൈസ് ഇതുപോലുള്ള പല ഓർഡറുകളിൽ ക്യാരക്ടേഴ്സ് കളക്ട് ചെയ്യുന്നു. അതിനെ ഒരു കമ്പ്യൂട്ടർ ബേസിൽ നമ്മൾ തയ്യാറാക്കി പല ഓപ്ഷനിലൂടെ, ഒരുപാട് ഓപ്ഷനിലൂടെ ജീവജാലയിലേക്ക് എത്തുന്ന മെത്തേഡാണ് മൾട്ടി അസസ് കീയിലുള്ളത്. എക്സാമ്പിൾ ആയിട്ടുള്ളത് ലൂസിഡ് ഇലക്ട്രോണിക് കീസ്, ടാബുലർ കീസ്, പഞ്ച് കാർഡ് ഓർ സിനാപ്റ്റിക് കീ, കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസ്. ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയും മൾട്ടി അസസ് കീ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറയാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. പേര് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ കീസിന്റെ ഒക്കെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ, പെട്ടെന്ന് നമുക്ക് ജീവജാലങ്ങൾ തിരിച്ചറിയാൻ പറ്റും. രണ്ട്, സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ആ ജീവജാലങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ പൊസിഷൻ, ജീനസ് മുതൽ സ്പീഷീസ് മുതൽ ജീനസ് അതുപോലെ കിങ്ഡം വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈസ് ഓഫ് യൂസ്, വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. എറർ കറക്ഷൻ, നേരത്തെ ചെയ്തിരിക്കുന്ന എററുകളെ പരിഹരിക്കാൻ പറ്റും. സ്റ്റാൻഡർഡൈസേഷൻ, ഒരു കൺസിസ്റ്റന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവജാലങ്ങളുടെ പേര് കൊണ്ടുവരാനും അത് നെയിമിംഗ് നടത്താനും ക്ലാസിഫൈ ചെയ്യാനും പറ്റും. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്നില്ല, ലോകം മുഴുവനും ഒരേ രീതിയിൽ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഡീമെറിറ്റ്സ് ഓഫ് ടാക്സോണമിക് കീസ്, അതുപോലെ ഒന്നാമത്തെ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി, അതായത് നമുക്ക് ഒരു ക്യാരക്ടർ ഫുൾ കിട്ടിയാൽ മാത്രമേ ആ ജീവജാലത്തിൽ എത്താൻ പറ്റൂ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇമ്മച്ചുർ ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കാം, ബ്രോക്കൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചില പാർട്സുകൾ നഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും സ്പെസിമെൻ ആണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കീ തയ്യാറെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ജീവിയുടെ പൂർണ്ണമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടാതെ ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആയിരിക്കില്ല. വേരിയേഷൻ ഇഷ്യൂസ്, നമുക്കറിയാം വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലൈമറ്റ് ഇഫക്റ്റ് കൊണ്ടോ മറ്റേതെങ്കിലും ജനറ്റിക് പാറ്റേണിന്റെ എഫക്റ്റ് കൊണ്ടോ സ്പീഷീസിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ആ വേരിയേഷനുള്ള സ്പീഷീസ് ഒറിജിനൽ സ്പീഷീസിൽ നമുക്ക് വ്യത്യാസം കാണിച്ചിരിക്കാം. ഇപ്പൊ രണ്ട് സ്പീഷീസ് ആയിട്ടൊക്കെ നമുക്ക് തെറ്റായ രീതിയിൽ ധാരണ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. വേരിയേഷൻസ് ഉണ്ടാകുന്നത് കീസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു.
യൂസർ എറർ. നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പലറ്റിൽ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യുന്ന റിജക്ട് എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ റോങ് ആയിട്ട് നമ്മൾ റിജക്ട് ചെയ്യേണ്ടതാണ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിലൂടെ ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് നമ്മൾ ഐഡന്റിഫിക്കേഷൻ കൊണ്ടെത്തിക്കുന്നത്, അതൊരു ഡിമെറിറ്റ് ആണ്. റേഞ്ച് ലിമിറ്റേഷൻ. എല്ലാ ജീവജാലങ്ങളും ഒരേ ഹാബിറ്റാറ്റിലാണ് കാണപ്പെടുന്നത്. ഡിഫറന്റ് ആയിട്ടുള്ള റീജിയൻസിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഓരോ ടാങ്ക്സെയും നമുക്ക് കണ്ടെത്തി അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കൺസ്ട്രക്ഷൻ കോംപ്ലക്സിറ്റി. ഒരു കീ തയ്യാറാക്കാൻ ഒരുപാട് ടൈം എടുക്കും. നല്ല രീതിയിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ട് ഒരു ജീവിയിലേക്ക് എത്തണമെങ്കിൽ, അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ള കീ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന്റെ കൺസ്ട്രക്ഷൻ, ആ ഒരു കീ മേക്ക് ചെയ്യാൻ എടുക്കുന്ന കോംപ്ലക്സിറ്റി ചില സമയത്ത് ഇതിനെ ബാധിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടാക്സോണമിക് കീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പേര് കുറച്ച് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ നോട്ട് കളക്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.